അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വയനാട് വരെ ഒന്ന് പോവാണ് കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും ചുരം കയറണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു ചായ കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് വെച്ച് നമ്മളൊരു ആനനെ കൊണ്ടുപോകുന്നത് കണ്ടു കേട്ടോ. നമ്മളൊക്കെ എത്രയൊക്കെ വലുതായാലും കൊച്ചുകുട്ടികളുടെ അത്ഭുതത്തോടെ തന്നെ നമ്മൾ ആനയെ ഒന്ന് നോക്കി നിന്ന് പോകും അല്ലേ. കുറച്ചു നേരം പോയപ്പോൾ ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോഫി തപ്പി ഇറങ്ങിയതാണ്. അതും വെറും കോഫിയല്ല, അമേരിക്കനോ ഓർ എസ്പ്രസോ. അത് കുടിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ മോർണിംഗ് നമ്മൾ സിസ്റ്ററിനെ എക്സാമിന് കൊണ്ടാക്കാൻ വന്നേ. നമ്മുടെ ഈ യാത്രയുടെ മെയിൻ ഉദ്ദേശം തന്നെ ഇതായിരുന്നു കേട്ടോ. ഇവർക്ക് ഇവിടെയാണ് സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപ്പാട് നാട് ഇവിടെ ആയതുകൊണ്ട് 2 days നമ്മൾ തറവാട്ടിലൊന്ന് സ്പെൻഡ് ചെയ്തു. അടുത്ത് കോഫി തപ്പി പോവാണ്. ആ ഒരു സാധനം കിട്ടാൻ കുറച്ച് കഫേയിലൊന്നും അല്ല നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം സാധനം കിട്ടിയിട്ടുണ്ട്. നൈറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് റൈഡിന് ഇറങ്ങിട്ടോ. തിരിച്ചു പോകുന്ന ടൈമിൽ നമുക്ക് മുത്തങ്ങ കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ആനയായിരുന്നു മെയിൻ ഉദ്ദേശം. പക്ഷെ ആനയില്ല, മാന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഉപ്പിലിട്ടതിനോട് എനിക്ക് വലിയ ക്രേവിങ്സ് ഒന്നും ഇല്ലെങ്കിലും ഇതിൽ ഒരുപാട് വെറൈറ്റീസ് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചുരം ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ മെയിൻ ആൾക്കാരെ കണ്ട് അവരോട് ഒരു ഹായും പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്.